രണ്ടാമത്തത് മുഖ്യമന്ത്രി ഉപയോഗിച്ച പദപ്രയോഗം ഇന്ന് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. കാര്യം അത് പ്രയോഗിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത ചില പദപ്രയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത് കീഴ്വഴക്കങ്ങൾ കൊണ്ട് അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ മറ്റൊരു അർത്ഥമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയോ ചെയ്യും. ഇപ്പോൾ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറയുമ്പോൾ ചെറ്റത്തരത്തിൻ്റെ അർത്ഥം മാറുകയും രാഷ്ട്രീയ ചെറ്റത്തരമാണ്, അതൊരു പുതിയ പദപ്രയോഗമാണ് എന്ന രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു ക്ലാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചെറ്റക്കുടിലുകളിൽ താമസിച്ചിരുന്ന മനുഷ്യർ, സാധാരണ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യരെ എന്നും എന്തോ വെറുപ്പോടുകൂടി കണ്ടിരുന്ന ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. റിനിഗേഡ് എന്ന വാക്കാണ് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിച്ച് കാണുന്നത്. കൗഡ്സ്കിയെ പണ്ട് ലെനിൻ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ആരും വർഗ്ഗവഞ്ചകരെന്നോ കുലം കുത്തിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ കുലം കുത്തി എന്നൊരു വിശേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് ഭാഷയിലെ ഒരു വളരെ ഒരാളെ ഏറ്റവും കൂടുതൽ ഹാർഷായ ഭാഷയിൽ വിമർശിക്കുന്നൊരു പദപ്രയോഗമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ഒറ്റുകാരനെ ആണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു യുദ്ധത്തിൽ എങ്ങനെയാണോ തൻ്റെ സൈന്യം ശത്രുപാളയത്തിലേക്ക് മാർച്ച് ചെയ്യുന്ന സമയത്ത് ആ സൈന്യത്തിൽ നിന്ന് ഒറ്റിക്കൊടുത്ത് ശത്രുപാളയത്തിലേക്ക് ചേക്കേറുന്നയാളെ വിശേഷിപ്പിക്കുന്നതാണ് റെനിഗേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പദപ്രയോഗം ഇപ്പോൾ വർഗ്ഗവഞ്ചകൻ എന്ന പദപ്രയോഗത്തിൽ തെറ്റില്ല. കാര്യം കമ്മ്യൂണിസ്റ്റ് ഭാഷാപരമായി അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ജി സുധാകരൻ ആ തൊപ്പിയും അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിത്രത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റ് ഭാഷാ ശൈലിയിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. പക്ഷേ ചെറ്റത്തരം എന്ന് വിശേഷിപ്പിച്ചത് അത് കടന്നുപോയി എന്നുള്ളതാണ്. അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അത് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യം. അതല്ലെങ്കിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കാനെങ്കിലും മിനിമം ശ്രമിക്കുക. കാര്യം ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. കാര്യം ചെറ്റക്കുടിലിൽ താമസിക്കുന്ന മനുഷ്യർ അവഹേളിക്കപ്പെടേണ്ട മനുഷ്യരല്ല എന്ന